പാതിരാത്രിയിൽ ഒടിയൻ്റെ വേഷമൊക്കെ ധരിച്ച് ബിന്നിയും നൂബിനും കിടക്കുന്ന കട്ടിലിൻ്റെ സൈഡിൽ വന്ന് കിടക്കുവാണ് നെവിൻ. നൂബിനും പിന്നെയും നെവിനെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്, പല അളവുകളും എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷേ നെവിൻ അവിടെ നിന്ന് മാറുന്നേയില്ല, ഒട്ടി ഇരിക്കുകയാണ്. അവിടെ വീട്ടിലുള്ള പലരുടെയും കംപ്ലൈൻ്റ് ആയിരുന്നു നെവിൻ ബിന്നിക്കും നൂബിനും ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ളത്. ബിന്നിക്കും നൂബിനും മാത്രമല്ല, അവിടെ ഗസ്റ്റായിട്ട് വരുന്ന പലർക്കും നെവിനൊരു വിലങ്ങതടിയാകാറുണ്ട്. അതായത് കൂടുതൽ ഇങ്ങനെ ഒട്ടി ഇരിക്കുമല്ലോ, പോകത്തില്ല. ബിന്നി നൂബിനും അത് തുറന്ന് പറയുന്നത് തന്നെയുണ്ട്. എടാ ഒന്ന് പോടാ, ബിന്നി പറയുന്നുണ്ട്, എടാ ഒന്ന് മാറിപ്പോടാ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അങ്ങനെ ഇപ്പോൾ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് നെവിൻ അവിടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നെവിൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് നേച്ചർ കാരണം നെവിൻ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്കതൊരു വലിയ ശല്യമായിട്ട് തോന്നാറുമില്ല. അപ്പോൾ ബിന്നി നെവിൻ ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ ബിന്നി പറയുകയാണ്, ചെറുപ്പത്തിൽ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെയൊക്കെ ഒരു മകനാണെന്ന് തോന്നുന്നു, മകനോ മകളുടെ ആരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ അവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അവരെവിടെ പോകുന്നോ അപ്പോൾ എനിക്ക് പോകണം, അവരെന്ത് കഴിക്കുന്നോ അത് എനിക്കും കഴിക്കണം. ഇപ്പോൾ അവർ കിടക്കുവാണെങ്കിൽ അവരുടെ നടുക്ക് കയറി ഞാൻ കിടക്കും. അപ്പോൾ അതൊക്കെ ഒരു കർമ്മയായിട്ട് എനിക്ക് തിരിച്ചടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നെവിൻ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ പെട്ടെന്ന് അതൊക്കെയാണ് ഓർമ്മ വരുന്നതെന്നാണ് ബിന്നി പറയുന്നത്. സത്യത്തിൽ നെവിൻ കുറച്ച് ഓവർ ആകുന്നുണ്ട്. കോമഡി കാണിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു സ്ക്രീൻ സ്പേസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. അത് ചില സമയങ്ങളിൽ ഓവറാകുമ്പോൾ ഒരു വെറുപ്പീരായി പോകുന്നുണ്ട്. എന്തായാലും അത് നെവിൻ്റെ ഒരു ഗെയിം ആയിരിക്കാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.